നമസ്കാരം, ഞാൻ വിനേഷാണ് VKവിൽ നിന്ന്. അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു മൊബൈൽ പരിചയപ്പെടുന്ന വീഡിയോ ആണ്. മൊബൈൽ എന്ന് വെച്ചാൽ ഏറ്റവും പുതിയ മൊബൈലൊന്നുമല്ല, ഒരു പഴയ മോഡൽ മൊബൈലാണ്. പഴയ ഫോണിൻ്റെ അൺബോക്സിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. ഓൺലൈനിലാണ് വാങ്ങിച്ചത്, noon.com നിന്നാണ് വാങ്ങിച്ചത്. അപ്പം ആ ഫോണിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്. അത് വെച്ചാൽ ഞാനിപ്പോൾ ഫോൺ വാങ്ങിച്ചതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ബഡ്ജറ്റ് ഫോൺ, അതായത് ഒരു സെക്കൻഡറി ആയിട്ടൊരു ഫോണിൻ്റെ ആവശ്യം വന്നതിൻ്റെ പുറത്ത് വാങ്ങിച്ചതാണ്. ഒരു ചെറിയൊരു ഫോണാണ്. 329 ദിർഹമാണ് അതിൻ്റെ വില. 329 ദിർഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ മണി എത്ര ആവുമെന്ന് എനിക്ക് കണക്ക് കൂടേണ്ടി വരും. ഓക്കെ, Lenovo K5 എന്നാണ് ആ ഫോണിൻ്റെ പേര്. കഴിഞ്ഞ വർഷം എനിക്ക് 2018 ലോഞ്ച് ചെയ്തതെന്ന് തോന്നുന്നു ആ ഫോണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഈ ഫോണിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 329 ദിർഹത്തിന് നമ്മൾ പേ ചെയ്യുമ്പോൾ ആ 329 ദിർഹത്തിന് ഉള്ള മുതൽ ഉണ്ട് എന്നാണ് ഞാൻ എൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പം എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫോൺ വാങ്ങിച്ചത്. ഓക്കെ, നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് സംഭവം ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാനത് വന്നത് അതേപടി ഇരിക്കുകയാണ്. ഞാനത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഞാൻ ഒരു ഫോണും ബോയയുടെ ഒരു മൈക്കും കൂടെ ആണ് ഓർഡർ ചെയ്തത്. അപ്പം ഇതാണ് ഫോണ്, പാക്കഡാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ബോയയുടെ ഒരു മൈക്കും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉപയോഗം ഞാൻ പിന്നെ പറഞ്ഞുതരാം, നമുക്ക് പിന്നെ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോണിനെ പറ്റി നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഫോണ്, Lenovo K5 Play. കണ്ട, ഇതാണ് സാധനം. അൺബോക്സിങ്. ഒരു സ്റ്റിക്കറുണ്ട്. പക്ക അൺബോക്സിങ്. അൺബോക്സിങ്. അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫിംഗർ പ്രിൻറ്റ് റീഡറും കാര്യങ്ങളൊക്കെ ഉള്ള ഫോണാണ്. ഫോൺ അത് പിടിക്കട്ടെ. ഫോൺ കൂടാതെ ഇതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ ഗൈഡ് നോർമൽ, പിന്നെ ലെനോയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു പൗച്ചുണ്ട്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പൗച്ചാണ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു പൗച്ച്. ചാർജർ, പിന്നെ അതിൻ്റെ USB കേബിള് കാര്യങ്ങൾ. പിന്നെ ഇതിനകത്തുള്ള മെയിൻ സാധനമാണ് സിം ഇടാൻ വേണ്ടിയുള്ള സാധനം. ഇതിൻ്റെ പേരെന്തോന്നും എനിക്കറിയത്തില്ല. പിന്നെ ഇതന്നെ സാധനമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് ഫോണിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഇതാണ് ഫോണിന് ഒരു ഇൻബിൽറ്റ് ബാറ്ററിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ബാക്കിൽ കാണുന്ന തന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതാണ് നമ്മുടെ ഫോൺ. കാണാൻ അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഈ പറഞ്ഞ പൈസയ്ക്ക് 329 ദിർഹത്തിന് എനിക്ക് തോന്നുന്നു നല്ലൊരു ഫോണാണിത്. അത്യാവശ്യം നല്ല രീതിയിൽ ബാക്ക് സൈഡ് ഡ്യുവൽ ക്യാമറയാണ്, ഫ്രണ്ടിൽ ഒരു ക്യാമറയുണ്ട്. ഈ അൺബോക്സ് ചെയ്യുമ്പോൾ പ്രധാന പരിപാടിയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ഇത് 5.7 ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഇതിനുള്ളത്. അതേപോലെ ഇതിൻ്റെ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 GB ആണ്. അല്ലാതെ സ്റ്റോറേജ് സ്പേസ് എന്ന് പറഞ്ഞാൽ 32 GB സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. 128 GB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സെക്യൂരിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണുള്ളത്. സോ നമുക്ക് എനിക്ക് തോന്നി ഈ പ്രൈസിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനറുള്ള ഫോൺ എനിക്ക് തോന്നി ഇത് മാത്രമേ അവൈലബിൾ ഉള്ളതെന്നാണ് എൻ്റെ ഒരു അറിവ്. വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇതിൻ്റെ പിന്നെ ക്യാമറ വൈസ് നോക്കുകയാണെങ്കിൽ വീഡിയോ ആണെങ്കിൽ ഫുൾ HD ആണ്, ഫുൾ HD വീഡിയോ ആണ്. ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ 2 ക്യാമറയാണുള്ളത്. 13 MB പ്ലസ് 2 MB ഒരു ക്യാമറ. ഫ്രണ്ടിൽ ഒറ്റ ക്യാമറയുള്ളത്, അത് 8 MB ക്യാമറയാണുള്ളത്. നമ്മുടെ ബഡ്ജറ്റ് ഫോണിന് ഇത് എനിക്ക് തോന്നുന്നു വളരെ അത്യാവശ്യം നല്ല ഫീച്ചറാണ്. ഇത്രയും കാര്യങ്ങൾ. മെറ്റീരിയൽ പ്ലാസ്റ്റിക് ആണ്. ബാറ്ററി 3000 mAh ബാറ്ററിയാണ് ഉള്ളത്. 3000 mAh ബാറ്ററി അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ LED ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് ആയാലും അത്യാവശ്യം എല്ലാം നല്ലതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ബഡ്ജറ്റ് ഫോണിന് അത്യാവശ്യമുള്ള നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് 100% മുതലാണ് ഈ ഫോണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്തത് തന്നെ. അല്ലെങ്കിൽ ഞാനിത് ഒരു വർഷത്തോളം
ഇത് മാർക്കറ്റ് വന്നിട്ട്. സോ അതുകൊണ്ട് ഞാൻ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് ഇങ്ങനൊരു ബഡ്ജറ്റ് ഫോൺ ഉണ്ടെന്നും നമുക്ക് സെക്കൻഡറി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫോണാണെന്നുള്ളത് അങ്ങനൊരു തോന്നൽ എനിക്കുണ്ടായത് കൊണ്ടാണ് ഞാനത് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലിട്ടത്. നിങ്ങൾക്ക് അത്യാവശ്യം സെക്കൻഡറി ഫോൺ നോക്കുന്നവർക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഫോണാണ്. സോ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.